എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. എ.പി. അനിൽകുമാർ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി. നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഭൂരേഖാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പട്ടയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സംവിധാനം നമ്മൾ താഴെത്തട്ടിൽ തന്നെ ഓരോ ജനപ്രതിനിധിക്കും അവരുടെ വാർഡുകളിലുള്ള, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്, അത് പഞ്ചായത്തിലുള്ള എല്ലാ രീതിയിലുമുള്ള ഇപ്പോൾ പട്ടയം എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ പട്ടയങ്ങളുണ്ട്. അത്തരം പട്ടയങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നതിനും അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഭൂമിക്ക് പട്ടയം നൽകുവാനുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ യോഗത്തിൽ എത്തിച്ചേർന്ന് എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ വന്നതാണ്, അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കുന്നില്ല. നമുക്കിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നേരത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഭൂരഹിതരില്ലാത്ത കേരളം സാക്ഷാത്കരിക്കുക, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് മണ്ഡലത്തിലെ ജനപ്രതിനിധികളെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് പട്ടയ അസംബ്ലി ചേർന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ഹസ്കർ അലി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ.ടി. അജ്മൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഭൂരേഖ തഹസിൽദാർ എ. ജയശ്രീ, ഡെപ്യൂട്ടി തഹസിൽദാർ കെ.പി. പ്രമോദ്, വില്ലേജ് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.